കണിയാപുരം കൂട്ടായ്മയിലെ എല്ലാവർക്കും നമസ്കാരം. പ്രശസ്ത കവി കെ സുദർശനൻ കണിയാപുരം കൂട്ടായ്മയിലെ പ്രസംഗകല ആസ്പദമാക്കി ഇന്ന് വിഷയം ചർച്ച ചെയ്യാൻ എത്തുന്നു. അദ്ദേഹത്തിന് എൻ്റെയും കൂട്ടായ്മയുടെയും പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കെ സുദർശനൻ സാറിന് കണിയാപുരം കൂട്ടായ്മയിലേക്ക് ഹാർദവമായി സ്വാഗതം. പ്രിയപ്പെട്ട കണിയാപുരം വാട്സപ്പ് കൂട്ടായ്മ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ അംഗങ്ങളെ നമസ്കാരം. നമ്മുടെ അതിഥി ബഹുമാനപ്പെട്ട കെ സുദർശൻ സാറ് നമ്മുടെ ഗ്രൂപ്പിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അദ്ദേഹത്തെ നമുക്ക് കണിയാപുരം കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യാം. എല്ലാവരും കടന്നു വരിക. നമ്മുടെ അതിഥി എത്തിക്കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം തീരുന്നത് വരെ നമ്മുടെ അംഗങ്ങൾ വളരെ അച്ചടക്കത്തോടും വളരെ നല്ല രീതിയിലും മുന്നോട്ട് പോവുക. അനാവശ്യമായ പോസ്റ്ററുകളോ മറ്റ് വോയിസ് മെസ്സേജുകളോ ഒന്നും അദ്ദേഹം സംസാരിച്ചു തുടങ്ങുമ്പോൾ പോസ്റ്റ് ചെയ്യാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമസ്കാരം. കണിയാപുരം കൂട്ടായ്മയുടെ എല്ലാ പ്രബുദ്ധരായ സഹൃദയരായ അംഗങ്ങൾക്കും എൻ്റെ വിനയപൂർവകമായ നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വളരെ വ്യത്യസ്തമായ ഒരു വിഷയമാണ്. പ്രഭാഷണ കല. പ്രഭാഷണങ്ങൾ എല്ലാ ദിവസവും എപ്പോഴും എവിടെയും ലഭ്യമാണ്. നമ്മൾ കേൾക്കുന്നതാണ്, നമ്മളും ചെയ്യുന്നതാണ്. പക്ഷേ പ്രഭാഷണം ഒരു കലയാകുന്നതെങ്ങനെ? പ്രഭാഷണം ജനങ്ങളെ പിടിച്ചിരുത്തുന്നതെങ്ങനെ? പ്രഭാഷണ വേദിയിലേക്ക് വരുന്ന പുതിയ ഒരാൾ, നവാഗതനായ ഒരാൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ? ഈ വക വിഷയങ്ങളെക്കുറിച്ചാണ് വളരെ കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പ്രഭാഷണത്തെക്കുറിച്ച് സമഗ്രമായി പറയുവാനാണ് ഞാൻ ശ്രമിക്കുന്നത്. പ്രസംഗത്തെക്കുറിച്ച് ഒത്തിരി പുസ്തകങ്ങളുണ്ട്, ശാസ്ത്ര പുസ്തകങ്ങളുണ്ട്. പ്രസംഗം ഒരു ശാസ്ത്രമായി എടുത്തിട്ട് പലരും എഴുതുകയാണ്. ഞാൻ പലപ്പോഴും അതിശയിച്ചു പോയിട്ടുള്ളത് പ്രഭാഷണത്തെക്കുറിച്ച് എഴുതിയ ആദേഴ്സ് ഉണ്ടല്ലോ, അതിൻ്റെ ഉപജ്ഞാതാക്കളുണ്ടല്ലോ, അത് എഴുതിയവരുണ്ടല്ലോ, അവരൊരു പ്രസംഗം പോലും നടത്തിയിട്ടില്ലാത്തവരായിരിക്കും. അല്ലെങ്കിൽ പ്രഭാഷണ വേദിയിൽ അങ്ങനെ അറിയപ്പെടാത്തവർ ആയിരിക്കും. പക്ഷെ അവർ പുസ്തകം എഴുതുകയാണ്. ഈ പുസ്തകത്തിൽ എന്താണ് പറയുന്നത്? പുസ്തകത്തിൽ കുറേ നിയമങ്ങൾ പറയുന്നുണ്ട്. പ്രഭാഷകൻ വേദിയിലേക്ക് വരുമ്പോൾ പ്രസന്നവദനായിരിക്കണം. സ്വീകരിക്കാവുന്ന ഒരു തത്വമാണ്. നമ്മൾ പ്രസന്നവദനായിരിക്കണം. നമ്മളിലൊരു ചിരി ഉണ്ടാവണം. പ്രഭാഷകനിൽ ഒരു ചിരിയുള്ളത് നല്ലതാണ്. അപ്പോൾ ആളുകൾക്ക് പലതരത്തിലുള്ള ആളുകളാണ്. നമ്മളെക്കാൾ വിവരമുള്ളവർ, വിജ്ഞാനമുള്ളവർ, പ്രായമുള്ളവർ, ജീവിതാനുഭവങ്ങളുള്ളവർ നമ്മുടെ മുന്നിലിരിക്കുമ്പോൾ അവർക്ക് ആദ്യമേ നമ്മളെ ഉൾക്കൊള്ളുവാനുള്ള സ്വാഭാവികമായ ഒരു പ്രയാസം, ഒരു പ്രതിസന്ധി, ഒരു പ്രതിബന്ധം ഉണ്ടാവും. അപ്പോൾ അത് അതിജീവിക്കണമെങ്കിൽ നമ്മുടെ മുഖം ഏറ്റവും കുറഞ്ഞത് പ്രസന്നമെങ്കിലും ആയിരിക്കണം. നമ്മുടെ ആ പ്രസന്നത കൊണ്ട്, നമ്മുടെ മുഖത്ത് കളിയാടുന്ന ചിരി കൊണ്ട്, അതിൻ്റെ നിഷ്കളങ്ക സ്വഭാവം കൊണ്ട് അവരിലെ ഈ മുറുകി നിൽക്കുന്ന ഭാവം ഒന്ന് അയഞ്ഞെന്നിരിക്കും. അതുകൊണ്ട് പ്രഭാഷണ വേദിയിൽ വരുന്ന ആൾ ഒന്ന് ചിരിക്കുന്നത് നല്ലതാണ്, പ്രസന്നവദനരായിരിക്കും. പക്ഷേ ഗ്രന്ഥകാരന്മാർ പറയുന്നു, കവിത പറഞ്ഞുകൊണ്ട് തുടങ്ങാം, അല്ലെങ്കിൽ ഫലിതം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. അറിയാമല്ലോ, പ്രസംഗവേദിയിൽ നിൽക്കുന്നത് തന്നെ ഒരു മഹാസദസ്സ് വേണ്ട, 10 പേരായാലും മതി. 10 പേരപ്പുറത്തുള്ളപ്പോൾ ഇപ്പുറത്ത് അവരെ അഭിമുഖീകരിച്ചുകൊണ്ട് വേദിയിൽ നിൽക്കുന്നത് തന്നെ വളരെയധികം അപകടകരമായ, വളരെ ആത്മവിശ്വാസം ചോർത്തിക്കളയുന്ന ഒരു പ്രക്രിയയാണ് പലരെ സംബന്ധിച്ച്. അങ്ങനെ ഇരിക്കെ, വെറുതെ സംസാരിക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കെ, ഗ്രന്ഥകാരൻ പറയുന്നു ഫലിതം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. അത്ര എളുപ്പമാണോ ഫലിതം പറയുക? ഒരു ഫലിതം എന്ന് പറഞ്ഞാൽ തന്നെ, ഫലിതമെന്ന് പറഞ്ഞാൽ തന്നെ ഫലിക്കുന്നതാണ്. അത് പറഞ്ഞുകൊണ്ട് തുടങ്ങണമെങ്കിൽ അസാധാരണമായ ആത്മവിശ്വാസം ഉണ്ടാവണം, നർമാവതരണ വൈഭവം ഉണ്ടാവണം. ഫലിതം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. പക്ഷേ അതൊരിക്കലും സ്റ്റോക്ക് വിറ്റാവരുത്.
നമ്മൾ പൊതിഞ്ഞ് ഭദ്രമായി പാക്ക് ചെയ്ത് കൊണ്ടുവരുന്ന എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ പറഞ്ഞ ഒരു ഫലിതം വന്ന് അവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. ഫലിതം പറഞ്ഞുകൊണ്ട് തുടങ്ങണമെങ്കിൽ, ആ ഫലിതം ഫലിക്കണമെങ്കിൽ എന്തു വേണം? അത് ആ സന്ദർഭത്തിൽ രൂപപ്പെട്ടതാവണം. വീണ്ടും ഞാൻ അഴീക്കോടിലേക്ക് വരികയാണ്. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, പ്രസംഗം തുടങ്ങിയത് ഇങ്ങനെയാണ്. അദ്ദേഹം പറഞ്ഞു, ഇവിടെ എനിക്ക് വയസ്സായി എന്നുള്ളത് സത്യമാണ്, എനിക്ക് പ്രായമായി, അതിന് വയസ്സായിട്ടുണ്ട്, പക്ഷേ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല എന്നുള്ളതും സത്യമാണ്. പക്ഷേ എന്നെ വന്ധ്യൻ എന്ന് പറയാം. ഇവിടെ സ്വാഗത പ്രഭാഷകൻ അഭിവന്ധ്യൻ എന്ന് പറയുന്നത് കേട്ടു. അങ്ങനെ വന്ധ്യനാണെന്ന് എങ്ങനെ പറയാൻ കഴിയും? അങ്ങനെ തീർത്ത് പറയാമോ? ശാസ്ത്രി മുഴുവൻ ചിരിച്ചു. കാരണം ആ നിമിഷം അവരും കേട്ടതാണ്, അവരും നോട്ട് ചെയ്തതാണ്. അത് അദ്ദേഹം ഒന്ന് ട്വിസ്റ്റ് ചെയ്തപ്പോൾ അത് ഫലിതമായി. കെ കരുണാകരൻ ഭരിക്കുന്ന കാലം, കൂട്ടുകക്ഷി മന്ത്രിസഭ, പല കക്ഷികളും പോണോ വരണോ എന്നുള്ള ചിന്താഗതിയോടെ ഇരിക്കുന്ന ആ കാലത്ത് ധർമ്മകേരളയുടെ ഒരു വേദിയിൽ കമ്മ്യൂണിസ്റ്റ് പക്ഷത്തുള്ള പ്രഗത്ഭനായ ഒരു പ്രഭാഷകൻ തൻ്റെ ധർമ്മകേരളി തൻ്റെ പ്രസംഗം തുടങ്ങിയത് ഇങ്ങനെയാണ്: ഇന്ന് ഞാൻ വരണ്ട എന്ന് വിചാരിച്ചതാണ്. ഇതിൻ്റെ സംഘാടകർ വിളിക്കാൻ വരുമ്പോൾ എനിക്ക് അസൗകര്യമാണ് ഈ മാറ്റിവെക്കാൻ ആവശ്യപ്പെട്ടതാണ്. കാരണം എൻ്റെ മുൻവരിയിലെ 2 പല്ലുകൾ നമ്മുടെ കരുണാകരൻ മന്ത്രിസഭയിലെ ഘടകകക്ഷികൾ പോലെ ആടിക്കൊണ്ടിരിക്കുകയാണ്. അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അത് ലക്ഷണമൊത്ത ഫലിതമായി ഫലിക്കുകയായിരുന്നു. അപ്പോൾ ഫലിതം പറഞ്ഞുകൊണ്ട് തുടങ്ങണമെങ്കിൽ ആ മട്ടിൽ ജനങ്ങളുടെ അംഗീകാരവും ആ മട്ടിലുള്ള അചഞ്ചലമായ ആത്മവിശ്വാസവും ഉണ്ടാകും. പക്ഷെ ഗ്രന്ഥകാരൻ പറയുന്നു, നവാഗതരോട് പറയുന്നു, ഫലിതം പറഞ്ഞുകൊണ്ട് തുടങ്ങുക അപകടമാണ്. അത്രമേൽ ആത്മവിശ്വാസം വന്നതിന് ശേഷമേ വേദിയിൽ നിന്നുകൊണ്ട് ഫലിതം പറയാവൂ. ഫലിതം പറയുമ്പോൾ വേറൊരു പ്രശ്നമുണ്ട്, ശ്ലീലമായ ഫലിതങ്ങളെ പറയാവൂ. അശ്ലീലങ്ങൾ വേദിയിൽ നിന്ന് പറയുന്നത് വളരെ അപകടകരമാണ്. അശ്ലീല ഫലിതങ്ങൾ പറയുന്നവർ രക്ഷപ്പെട്ടു പോകുന്നുണ്ട്, പക്ഷേ അവരുടെ അവതരണ മികവിൻ്റെ പ്രാഗൽഭ്യം കൊണ്ടാണ്. അതുകൊണ്ട് ആ ഏരിയയിലേക്ക്, ആ ഭാഗത്തേക്ക് അധികം പുതിയ ആളുകളും പഴയ ആളുകളും പോകാതിരിക്കുന്നതാണ് അഭികാമ്യം എന്നെനിക്ക് തോന്നുന്നു. എന്താണ് പ്രഭാഷണം എന്നൊരു ചോദ്യമുണ്ട്. പ്രഭാഷണത്തെക്കുറിച്ച് ധാരാളം നിർവചനങ്ങളുണ്ട്, വൈദേശികമായ നിർവചനങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെയുള്ള പ്രഭാഷണ രംഗത്തെ വിചക്ഷണന്മാർ പറഞ്ഞു വെച്ച നിർവചനങ്ങളുമുണ്ട്. പക്ഷേ എപ്പോഴും പ്രഭാഷണത്തെക്കുറിച്ച് പറയുമ്പോൾ അതിനെ ഒരു അളവുകോല് കൊണ്ട് അറിയാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് ഇഷ്ടമുള്ളത് ചങ്ങമ്പുഴ കവിതയെക്കുറിച്ച് പറഞ്ഞ ആ വരികളാണ്. ഭാഷ പൂത്തും വികാരം തളിർത്തും ഭാവനയ്ക്ക് പുളകം കിളിർത്തും ചോരയിൽ ചേർന്നലിഞ്ഞു പോവും ഗാനധാരകൾ. കവിതയെക്കുറിച്ചാണ് ചങ്ങമ്പുഴ അങ്ങനെ പറഞ്ഞത്. പക്ഷെ അതിനെ ചെറിയൊരു മാറ്റം വരുത്തിക്കൊണ്ട്, ചെറുതായി ഒന്ന് മാറ്റി പറഞ്ഞുകൊണ്ട് ഞാൻ പ്രഭാഷണത്തിൻ്റെ നിർവചനമാക്കിക്കൊള്ളട്ടെ. ഭാഷ പൂത്തും വികാരം തളിർത്തും ഭാവനയ്ക്ക് പുളകം കിളിർത്തും ചോരയിൽ ചേർന്നലിഞ്ഞു പോവും വചനധാരകൾ. അതാണ് യഥാർത്ഥത്തിൽ ലക്ഷണമൊത്ത ഒരു പ്രഭാഷണം. അതിനകത്ത് ആദ്യം വരുന്ന അതിൻ്റെ ഘടകം എന്ന് പറയുന്നത് ഭാഷയാണ്. സമൃദ്ധമായ ഭാഷ, സമ്പന്നമായ ഭാഷ, നിലവാരമുള്ള ഭാഷ. ചങ്ങമ്പുഴ പറഞ്ഞതുപോലെ ഭാഷ പുഷ്പിക്കണം. ഭാഷ പൂത്തു നിൽക്കുന്ന വസന്തത്തിൻ്റെ പരിമളം വീശുന്ന ഒരു ഭാഷ. നമ്മൾ പറയുവാൻ ഉദ്ദേശിക്കുന്ന ആശയത്തിൻ്റെ ഗാത്രമാണ് ഈ ഭാഷ. ആശയത്തെ സന്നിവേശിപ്പിക്കുവാനും ആശയത്തെ സഹൃദയരുടെ മനസ്സിൽ, ശ്രോതാവിൻ്റെ മനസ്സിൽ പതിപ്പിക്കേണ്ട വിധത്തിൽ ആകർഷകമായും ആഴത്തിലും എത്തിക്കുവാനും ഈ ഭാഷയ്ക്ക് സാധിക്കും. അതുകൊണ്ടാണ് ഭാഷ പുഷ്പിക്കണം എന്ന് പറയുന്നത്. പ്രഭാഷണം എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ഒരു പെർഫോമിംഗ് ആർട്ടാണ്, ഒരു അവതരണ കലയാണ്. പ്രഭാഷകന് നല്ല ശബ്ദ വ്യതിയാന ശേഷിയുണ്ടാകണം, ശബ്ദ നിയന്ത്രണ ശേഷിയുണ്ടാകണം. പ്രഭാഷകന് നർമ്മബോധം ഉണ്ടാകണം. പ്രഭാഷകൻ തൻ്റെ എല്ലാ സാധ്യതകളും ആശയ സംവേദനത്തിന് വേണ്ടി വേദിയിൽ ഉപയോഗിക്കണം. അയാളുടെ കൈകാലുകളും എല്ലാം ആ ആശയത്തോട്
ഇമ്പമുള്ള രീതിയിൽ താളാത്മകമായി ഉപയോഗിക്കണം. അതുകൊണ്ടാണ് ഡോക്ടർ സുകുമാർ അഴീക്കോട് ഒരിക്കൽ പറഞ്ഞത്, ഞാൻ പ്രസംഗിക്കുമ്പോൾ എൻ്റെ സർവാംഗം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ അവയവങ്ങളും ആ പ്രഭാഷണത്തിൻ്റെ ഒഴുക്കിനനുസരിച്ച് ഭാഗഭാക്കായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ പ്രഭാഷകൻ്റെ അവതരണത്തിൻ്റെ മികവ് എന്ന് പറയുന്നത് അയാളുടെ ശബ്ദ നിയന്ത്രണത്തിൽ ഉൾപ്പെടുന്നുണ്ട്, അയാളുടെ പദകോശ വ്യാപാരത്തിൽ ഉൾപ്പെടുന്നുണ്ട്, അയാളുടെ നർമ്മബോധത്തിൽ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ മട്ടിൽ പ്രഭാഷകൻ എല്ലാ അർത്ഥത്തിലും ഒരു അവതരണ കലയുടെ വൈദഗ്ധ്യം സിദ്ധിച്ച മാന്ത്രികനായി തീരേണ്ടതായുണ്ട്. ഒരു നല്ല പ്രഭാഷകൻ തൻ്റെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ വാചകത്തിനുള്ളിൽ സദസ്സിനെ കയ്യിലെടുത്തിരിക്കണം. സദസ്സിൻ്റെ മനസ്സ് ഗ്രസിച്ചു കഴിഞ്ഞിരിക്കണം. വിഷയത്തിൽ കഴിയുമെങ്കിൽ സ്പർശിച്ചു കഴിഞ്ഞിരിക്കണം. നമ്മുടെ രാജ്യത്തെ മാത്രമല്ല, ലോകത്തെവിടെയുമുള്ള ഏറ്റവും ഉന്നതരായ പ്രഭാഷകന്മാർക്ക് നിർബന്ധമായും ഉണ്ടായിരുന്ന സിദ്ധിയാണിത്. ആദ്യത്തെയോ രണ്ടാമത്തെയോ വാചകം കൊണ്ട് അവിടെ ഇളകിമറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സദസ്സാണെങ്കിൽ പോലും അവരുടെ സജീവമായ ശ്രദ്ധ ആകർഷിച്ചിരിക്കുന്നു. അത് പരിചയം കൊണ്ട്, അനുഭവ സമ്പത്ത് കൊണ്ട്, സ്റ്റേജ് എക്സ്പീരിയൻസ് കൊണ്ട് ആർജിക്കേണ്ട ഒരു വിഷയമാണ്. ഈ ഒരു സിദ്ധി ഇല്ലാതെ പോകുന്നത് കൊണ്ടാണ് അവസാനത്തെ വാചകം വരെയും ആളുകൾ വിഷണ്ണരായി ഇരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്കൂളിൽ ചെന്നപ്പോൾ അവിടെ മുഖ്യപ്രഭാഷണത്തിന് ഒരാൾ വന്നിരുന്നു. അദ്ദേഹം മുഖ്യപ്രഭാഷണം നടത്തുകയാണ്. 1 മണിക്കൂറിലേറെയായി മുഖ്യപ്രഭാഷണം നടക്കുകയാണ്. ജനം ഇങ്ങനെ മരണ വീട്ടിലിരിക്കുന്നത് പോലെ വളരെ നിസ്സംഗരായിരിക്കുകയാണ്. എന്തോ ഒരു വലിയ ദുരന്തം അവിടെ സംഭവിക്കുന്നത് പോലെ ഓരോ മുഖങ്ങളിലും വിഷാദത്തിൻ്റെ ഗ്ലാനി പടർന്നിരിക്കുന്നു. അവസാനം അവരൊന്ന് ഇളകിയതെപ്പോഴാണെന്നറിയുമോ? അവർ കൈയടിച്ചതെപ്പോഴാണെന്നറിയുമോ? ഇതേ ഒരു ഘട്ടത്തിൽ പറഞ്ഞു, 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഒരു ഘട്ടത്തിൽ പറഞ്ഞു, ഞാൻ എൻ്റെ പ്രസംഗം ചുരുക്കുകയാണ്, അറിയാതെ കൈയടിച്ചു പോവുകയാണ്. അപ്പോൾ ജനങ്ങളെ പിടിച്ച് നിർത്തുന്ന, തന്നിലേക്ക് ആകർഷിക്കുന്ന ആ ഒരു സിദ്ധി ഇല്ലാതെ പോയാൽ ഈ വിധത്തിൽ പ്രഭാഷണ വേദികൾക്ക് മുന്നിലുള്ള സദസ്സിനെ മരണവീട്ടിലെ ഒരു അവസ്ഥാന്തരത്തിലേക്ക് കൊണ്ടുപോകേണ്ടതായി വരും. രണ്ടാമത് പലരും പറയുന്നത്, അവർ വളരെ ഓപ്പണായിരിക്കണം, കൈകെട്ടി നിൽക്കരുത്, മൈക്കിന് മുന്നിൽ കൈകെട്ടി നിൽക്കരുത് എന്ന് പറയും. എന്തിനാണ് അങ്ങനെ പറയുന്നത്? കൈ നമ്മൾ പിണച്ച് കെട്ടുമ്പോൾ നമ്മൾ എവിടെയാണ് ഈ കൈ കൊണ്ട് നമ്മൾ മറയ്ക്കുന്നത്? നമ്മളുടെ ഹൃദയത്തെയാണ്. ഹൃദയം എന്ന് പറയുമ്പോൾ നമ്മൾ സംസാരിക്കുമ്പോഴും, നമ്മൾ പ്രഭാഷണം നടത്തുമ്പോഴും, കവിത എഴുതുമ്പോഴും, സാഹിത്യ സൃഷ്ടി നടത്തുമ്പോഴും അത് സഞ്ചരിക്കുന്നത് ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്കാണ്. നോക്കണം, ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക്. അപ്പോൾ ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് ഉള്ള ഒരു വ്യാപാരത്തിൽ നമ്മൾ ഏർപ്പെട്ടിരിക്കെ ഹൃദയം സ്ഥിതി ചെയ്യുന്ന ഭാവം നമ്മൾ മറക്കരുത് എന്നാണ് അതിൻ്റെ തത്വം. നമ്മൾ കൈ പിണച്ച് കെട്ടുമ്പോൾ ഹൃദയത്തിൻ്റെ ഭാഗത്ത് നമ്മുടെ കൈത്തലങ്ങൾ വരികയും അവിടെ നമ്മൾ മറച്ചു പിടിക്കുകയും നമുക്കെന്തോ റിസർവ്ഡായിട്ട് അവിടെ സൂക്ഷിക്കാനുണ്ട് എന്ന ഒരു തെറ്റായ സന്ദേശം നൽകുകയും കാണുന്നവർക്ക് നമ്മളിൽ നിന്ന് എങ്ങനെയോ ഒരു അകൽച്ചയുടെ ഭാവം ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ടാണ് പ്രസംഗവേദിയിൽ നിൽക്കുന്നവർ കൈ പിണച്ച് കെട്ടരുത്. പിന്നെയോ അവർ കൈ നിവർത്തിയിട്ടേക്കണം. 2 കൈകളും ഫ്രീ ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ ഏതാശയമാണോ തങ്ങൾ പറയുന്നത് ആ ആശയം സ്വച്ഛന്തമായി പറയുവാൻ, അത് അതിൻ്റെ എല്ലാവിധമായ സ്വാഭാവികതകളോടും തനതായ ശൈലിയിൽ പറയുവാൻ 2 കൈകളും പൂർണ്ണമായും ഫ്രീ ആയിരിക്കണം. ചിലപ്പോൾ 2 കൈയും നമുക്ക് ഉയർത്തേണ്ടത് വരും, 2 കൈകളും നമുക്ക് ഉപയോഗിക്കേണ്ടതായി വരും. അതിന് എങ്ങോട്ട് വേണമെങ്കിലും സന്ദർഭാനുസരണം, ആശയാനുസരണം ഉപയോഗിക്കുവാൻ കൈകൾ സ്വതന്ത്രമായിരിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ പരക്കെ അംഗീകരിക്കപ്പെട്ട നിയമം. ഒരു സദസ്സിനെ അറിഞ്ഞു വേണം നമ്മൾ സംസാരിക്കാൻ. സദസ്സിനെ അറിയുക എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സദസ്സിനെ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ വീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഇന്ന് ഞാൻ 8 മണിക്ക് ഈ പ്രഭാഷണ കലയെക്കുറിച്ചുള്ള ഈ പരിപാടി സമ്മതിച്ചുവെങ്കിലും ഇതിനു മുമ്പ് സമ്മതിച്ച ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അത് 5:30 മണിക്കാണ്. ഡോക്ടർ പൽപ്പു സ്മാരകത്തിൽ അവിടുത്തെ അവിടെ വരുന്ന ഒരു സദസ്സിന് മുമ്പിൽ ഒരു വിഷയം അവതരിപ്പിക്കണം. അവർ തന്ന വിഷയം ശിഷ്ടജീവിതം, ശ്രേഷ്ഠ ജീവിതം എന്നുള്ളതാണ്. ഞാനവിടെ ചെല്ലുമ്പോൾ ഒരു 70 വയസ്സിൽ താഴെ പ്രായമുള്ള ആരും അവിടെ ഇല്ല. 70 അല്ല,
80-നും അപ്പുറത്ത് പ്രായമുള്ളവരാണ് അവിടെ ഇരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പരിപക്വമായ ജീവിത സാഹചര്യങ്ങൾ പിന്നിട്ടവർ, പരിപക്വമായ അവസ്ഥയിലെത്തിയവർ, അനുഭവ സമ്പത്തിൻ്റെ ഏറ്റവും വലിയ ഉയരങ്ങളിൽ ചെന്ന് നിൽക്കുന്നവർ. അവരോട് സംസാരിക്കുമ്പോൾ, അവരോട് ശിഷ്ടജീവിതത്തെക്കുറിച്ച് പറയാൻ തുടങ്ങുമ്പോൾ, ആ പ്രായത്തിലെങ്ങും എത്താത്ത ഞാൻ അവരോട് സംസാരിക്കുമ്പോൾ, ആധികാരികമായി സംസാരിക്കുമ്പോൾ എങ്ങനെ വേണം എന്നുള്ളത് അവിടെ ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് വ്യക്തമായി മനസ്സിലായത്. പെട്ടെന്നാണ് എനിക്ക് ചങ്ങമ്പുഴയുടെ കവിത ഓർമ്മ വന്നത്. നന്മയും തിന്മയും വേർതിരിച്ച് നമ്മളെക്കാളും മനസ്സിലാക്കി ഉല്ലസിക്കുന്ന ഗുരുക്കളാണ് വെള്ളിത്തലമുടിയുള്ള കൂട്ടം. അപ്പോൾ ലെബനോനിലെ ദേവദാരു വൃക്ഷം പോലെ ബൈബിളിൽ പറയും, ലെബനോനിലെ ദേവദാരു വൃക്ഷം പോലെ അങ്ങനെ വിറച്ച് പച്ചിലകളുമായി നിൽക്കുന്ന ആ നീതിമാന്റെ ചിത്രം, നന്മയും തിന്മയും വേർതിരിച്ച് നമ്മളെക്കാളും മനസ്സിലാക്കി ഉല്ലസിക്കുന്ന ഗുരുക്കളാണ് നിങ്ങൾ. നിങ്ങളുടെ മുമ്പിൽ എനിക്ക് തോന്നുന്ന വളരെ നിസ്സാരമായ ചിന്തകളെ ഞാൻ പങ്കുവയ്ക്കാൻ ശ്രമിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ അവർ നിന്ന പർവ്വതങ്ങളിൽ നിന്ന് മെല്ലെ താഴെ ഇറങ്ങി. അവസാനം ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുമ്പോൾ എല്ലാവരും സമതലത്തിലായിരുന്നു. അപ്പോൾ നമ്മൾ സദസ്സിനെ തിരിച്ചറിയണം. സദസ്സിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളെ നമ്മൾ അനുഭവിച്ചറിയണം. നമ്മൾ അത് അറിഞ്ഞു വേണം അവരോട് പെരുമാറുക. അല്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ പ്രസംഗം നിർത്താൻ പോകുന്നു എന്ന് പറയുമ്പോഴായിരിക്കും ഏറ്റവും വലിയ കയ്യടി ഉണ്ടാകുക. അത് ആശ്വാസത്തിൻ്റെ കയ്യടിയാണ്. ഈ കൊട്ടിനെ കുറിച്ച് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കൊട്ടിനെ കുറിച്ച് പറയുന്നത്, കൊട്ട് തീരുമ്പോഴാണ് അതിൻ്റെ സുഖം. അതുവരെ അനുഭവിച്ച ആ ശബ്ദ പ്രപഞ്ചത്തിൽ നിന്ന് അത് നിൽക്കുമ്പോഴുണ്ടാകുന്ന പ്രഗാഠമായ പ്രശാന്തതയാണ് അതിൻ്റെ സുഖം എന്ന് പറയുന്നത്. ആ വിധത്തിൽ ഒരു പ്രഭാഷകൻ്റെ അവതരണം ആകാൻ ഒരിക്കലും പാടില്ലാത്തതാണ്. മൂന്നാമതൊരു കാര്യം കൂടി പറയുന്നുണ്ട്. മൂന്നാമത് പറയുന്നത്, നമ്മൾ മുന്നോട്ട് കുനിഞ്ഞു നിൽക്കണം എന്ന് പറഞ്ഞാൽ, മൈക്കിന് മുന്നിൽ നിൽക്കുമ്പോൾ ബൃഹത്തായ ഒരു സദസ്സിനെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഞെളിഞ്ഞു നിൽക്കരുത്, നമ്മൾ പിന്നോട്ട് ചാഞ്ഞു നിൽക്കരുത്. പിന്നോട്ട് ചാഞ്ഞു നിൽക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾക്ക് അഹങ്കാരത്തിൻ്റെ അംശമുണ്ടെന്നാണ്. നമ്മൾ ഞെളിഞ്ഞു നിൽക്കുമ്പോൾ നമ്മൾ ആ സദസ്സിനെ അഹങ്കാരപൂർവ്വം വീക്ഷിക്കുന്നു എന്നാണ്. അത് സദസ്സ് നമ്മളെ കേൾക്കാൻ വന്നിരിക്കുന്ന ജനങ്ങൾക്ക് നമ്മളിൽ നിന്ന് നേരത്തെ പറഞ്ഞതുപോലെ ഒരു വിപ്രതിപത്തി ഉണ്ടാകാം, ഒരു അകൽച്ച തോന്നാം. അതുകൊണ്ട് മുന്നോട്ട് കുനിയണം. മുന്നോട്ട് കുനിയുക എന്ന് പറയുന്നത് വിനയത്തിൻ്റെ ലക്ഷണമാണ്. കാളിദാസൻ തന്നെ പറയുമല്ലോ, മരങ്ങൾ താഴുന്നു ഫലാഗമത്തിനാൽ, പരം നമിക്കുന്നു ഘനം നവാമ്പുവാൽ, സമൃദ്ധിയിൽ സജ്ജനം ഉറ്റമാർഗണ. ഒരു വൃക്ഷം ഫലവൃക്ഷമാകുമ്പോഴാണ് അതിൻ്റെ ജീവിതം ധന്യമാകുന്നത്. ഫലവൃക്ഷമാകുമ്പോഴോ വൃക്ഷം ഭൂമിയിലേക്ക് കുനിയുകയും ഭൂമിയിലേക്ക് ചായുകയും താഴുകയും ഭൂമിയെ പ്രണമിക്കുകയുമാണ് ചെയ്യുന്നത്. അതാണ് മുമ്പോട്ടുള്ള ചായൽ എന്ന് പറയുന്നത്. വിനയത്തിൻ്റെ ഏറ്റവും സുന്ദരമായ ആവിഷ്കാരമാണ്. പ്രഭാഷകൻ വേദിയിൽ നിൽക്കുമ്പോൾ മുമ്പോട്ട് ചെറുതായി ഒന്ന് ചാഞ്ഞ് വളഞ്ഞ് നിൽക്കുന്നത് നല്ലതാണ് എന്ന് പറയും. അത് എത്രത്തോളം പ്രായോഗികമാണ് എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ എന്നാലും വേദിയിൽ നിവർന്നു നിൽക്കരുത്, എളിഞ്ഞു നിൽക്കരുത് എന്നുള്ളതാണ് ആശയം. മറ്റൊരു ഉദാഹരണം പറയാം. സാഹിത്യവാരഫലം എഴുതിയിരുന്ന പ്രൊഫസർ എം കൃഷ്ണൻ നായർ, സാഹിത്യവാരഫലം എല്ലാ ആഴ്ചയിലും സാഹിത്യത്തിൻ്റെ വിധി നിർണ്ണയം നടത്തിയിരുന്ന പ്രൊഫസർ എം കൃഷ്ണൻ നായർ ഒരിക്കൽ YMCA ഹാളിൽ വർഷങ്ങൾക്ക് മുമ്പ് പ്രസംഗിക്കുകയാണ്. ഒരു സാഹിത്യ സിമ്പോസിയത്തിൽ പ്രസംഗിക്കുകയാണ്. അദ്ദേഹം എങ്ങനെയോ സംസാരിച്ച് വൈക്കം മുഹമ്മദ് ബഷീറിലെത്തി. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ എൻ്റെ ഉപ്പാപ്പയ്ക്ക് ഒരു ആനയുണ്ടായിരുന്നു എന്നുള്ള ആ നോവലുണ്ടല്ലോ, അത് മോഷണമാണ് എന്ന്. അത് ഒരു പാശ്ചാത്യ കൃതിയുടെ അപ്പാടെയുള്ള മോഷണമാണ്. അദ്ദേഹം ആ കൃതിയെക്കുറിച്ച് പറഞ്ഞു, അതിലെ വിഷയങ്ങൾ പറഞ്ഞു, അതിലെ കഥാപാത്രങ്ങൾ പറഞ്ഞു, പിന്നെ ഇതിലെ കഥാപാത്രങ്ങൾ പറഞ്ഞു, അതിൻ്റെ സാദൃശ്യങ്ങളെല്ലാം എണ്ണി പറഞ്ഞു. അങ്ങനെ വളരെ വ്യക്തമായി ശക്തമായി അദ്ദേഹം കൃത്യമായി ആ അനുകരണത്തിൻ്റെ പൊളിച്ചെഴുത്ത് നടത്തി വിജയോന്മാദത്തിൽ മുഴുകി അടുത്ത വിഷയത്തിലേക്ക് കടക്കുമ്പോൾ ഒരാൾ എഴുന്നേറ്റിട്ട് പറഞ്ഞു, സാർ പോകാൻ വരട്ടെ, അടുത്ത വിഷയത്തിലേക്ക് പോകാൻ വരട്ടെ. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഈ നോവൽ അനുകരണമാണെന്ന് പറഞ്ഞു, മോഷണമാണെന്ന് പറഞ്ഞു, അംഗീകരിക്കുന്നു. മറ്റു നോവലുകളോ ഞാൻ ചോദിച്ചു, ഏത് നോവലാണ് ഉദ്ദേശിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ മുച്ചീട്ട് കളിക്കാരൻ്റെ മകൾ, ആ നോവൽ
മോഷണമാണ് എങ്കിൽ ഏത് കൃതിയുടെ? പ്രസംഗ വേദിയിൽ നിൽക്കുന്ന ആൾ, പ്രഭാഷണം നടത്തുന്ന ആളിന് വളരെ വിപുലമായ ഒരു പദസമ്പത്ത് വേണം. ധാരമുറിയാതെ പറയാൻ കഴിയും. അയാൾ ഇടയ്ക്കിടയ്ക്ക് നിർത്തരുത്, ഇടയ്ക്കിടയ്ക്ക് വാചകങ്ങൾ മുറിയരുത്, ആശയങ്ങൾ മുറിഞ്ഞു പോകരുത്. പണ്ട് ഒരു സ്ത്രീ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു, ഐ കാൺട്ട് സീ. ഒരു 1.5 മിനിറ്റ് ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ഒരു വീണ്ടും പറഞ്ഞു, ഐ കാൺട്ട് സീ. കൺസീവ് എന്ന് പറഞ്ഞാൽ ഗ്രഹിക്കുക എന്നർത്ഥമുണ്ട്, ധരിക്കുക എന്നും അർത്ഥമുണ്ട്, ഗർഭം ധരിക്കുക എന്നും അർത്ഥമുണ്ട്. 2 തവണ ഐ കൺസീവ് എന്ന് ഈ സ്ത്രീ പറഞ്ഞുവല്ലോ. പെട്ടെന്നൊരു ജെന്റിൽമാൻ എഴുന്നേറ്റ് പറഞ്ഞു, മാഡം, യു കൺസീവ് ട്വൈസ് ബട്ട് ഡെലിവർഡ് നൺ. 2 പ്രാവശ്യം ഗ്രഹിച്ചിട്ടും ഒന്നും പറഞ്ഞില്ല എന്നൊരർത്ഥം, 2 പ്രാവശ്യം ഗർഭം ധരിച്ചിട്ടും ഡെലിവർ ചെയ്തില്ല എന്ന് വേറൊരു അർത്ഥം. അപ്പോൾ ഇത് ഈ വിധത്തിലുള്ള ആക്രമണം, അപ്രതീക്ഷിതമായ ആക്രമണം, നേരത്തെ പറഞ്ഞ പോലുള്ള ആക്രമണം ഉണ്ടാവും. അവിടെയും നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ പദസമ്പത്തുണ്ടാവണം, പദങ്ങളുടെ ഒഴുക്ക് വേണം, ധാരമുറിയാതെയുള്ള പദപ്രവാഹചാരുത ഉണ്ടാവണം. ഒരിക്കലും ഓറൽ ഡയറിയ എന്ന് പറയുന്ന അസുഖം പ്രഭാഷകനെ പിടികൂടാൻ പാടില്ല. ഒരു മൈക്ക് കിട്ടി, കുറച്ച് ആളുകളെ മുമ്പിൽ കിട്ടി, ഓറൽ ഡയറിയ. നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. എത്ര പ്രഭാഷകന്മാർക്കാണ് എഴുത്തുകൾ കിട്ടുന്നത്, കത്തുകൾ കിട്ടുന്നത്. ഞാനൊരിക്കൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ്, 10-30 വർഷത്തിന് മുമ്പ് വളരെ പേര് കേട്ട അതിപുരാതനമായ ഒരു അമ്പലത്തിൽ പ്രഭാഷണത്തിൽ പോയി. ഞാനന്ന് വളരെ ചെറുപ്പമായതുകൊണ്ട് എൻ്റെ അവസാനത്തെ പ്രസംഗമാണ്. ഫിലിപ്പം പ്രസാദിനെ പോലെയുള്ള ഡിസ്ട്രിക്ട് ജഡ്ജിമാർ ഉൾപ്പെടുന്ന വലിയ പ്രഭാഷകന്മാരുടെ നിരയുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നാടകമാണ്, 7 നിറമുള്ള സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞ നാടകത്തിന് സമയമായപ്പോൾ ആദ്യം ആരുമില്ലായിരുന്നു, മൈക്ക് ഓപ്പറേറ്ററും ഇല്ലായിരുന്നു. അയാൾ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ട് ഇങ്ങോട്ടോ പോയിട്ടുണ്ടായിരുന്നു. വെറും ശൂന്യതയെ നോക്കിക്കൊണ്ടാണ് ഇവരെല്ലാം സംസാരിച്ചത്. അവസാനം ആളുകൂടി, നാടകം തുടങ്ങാറായി. നാടകത്തിലെ കഥാപാത്രങ്ങൾ വന്ന് ഞങ്ങളെ സ്റ്റേജിൻ്റെ സൈഡിൽ നിന്ന് രൂക്ഷമായി നോക്കുകയാണ്. കാരണം അവർക്ക് വീണ്ടും 2 കളി വേറെയുണ്ട്, 2 സ്റ്റേജ് വേറെയുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ നിന്ന് ഒരാൾ വന്ന് ഇംഗ്ലീഷിൽ എന്നോട് സൈഡിലിരുന്ന് എന്നോട് പറഞ്ഞു, സഹോദര, ബ്രദർ, people are listening not because of you people but because of the drama. ഇംഗ്ലീഷിലാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, എന്നോട് പറയണ്ട, അവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ആളോട് പറയാൻ. ഒടുവിൽ എഴുത്തു കൊടുത്തു, പ്രസംഗം നിർത്തി. അടുത്ത് എൻ്റെ പേര് വിളിച്ചു. ഞാൻ പറഞ്ഞു, heard melodies are sweet but those unheard are sweeter. കേട്ടതെല്ലാം മധുരമാണ്, ഇനി കേൾക്കാൻ പോകുന്നതും കാണാൻ പോകുന്നതും അതിമധുരമാണ്. ഈ മധുരത്തിനും അതിമധുരത്തിനും ഇടയ്ക്ക് ഒരു കയ്പവല്ലരി പോലെ നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മറ്റൊരു സന്ദർഭത്തിലേക്ക് എൻ്റെ പ്രഭാഷണം മാറ്റിവെച്ചുകൊണ്ട് എല്ലാവിധമായ ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്കെൻ്റെ നമസ്കാരം എന്ന് പറഞ്ഞപ്പോൾ വമ്പിച്ച കരഘോഷം. തിരിച്ചു വരുമ്പോൾ ജഡ്ജി പറയുന്നു, സുദർശൻ, ഞങ്ങളൊക്കെ വെറുതെ മണിക്കൂറുകളോളം സംസാരിച്ചു, നിങ്ങളാണ്. അപ്പോൾ സദസ്സറിഞ്ഞ് സംസാരിക്കും. നമ്മൾ കൊണ്ടുവന്ന എല്ലാ പോയിന്റുകളും ഒന്നും പറയേണ്ടതില്ല. പ്രഭാഷകന് വേണ്ട മറ്റൊരു ഗുണം പ്രത്യുൽപ്പന്ന മതിത്വം. സദസ്സിൽ നിന്ന് പലതരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിരിക്കും, പല വിധത്തിലുള്ള അനവസരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും, അനവസരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായാൽ അതിനെ എങ്ങനെ നേരിടും? ഒരു നല്ല പ്രഭാഷകൻ വേദിയിൽ അത്തരത്തിൽ ഒരു പ്രതിസന്ധി ഘട്ടമുണ്ടായാൽ എങ്ങനെ നേരിടും? അവിടെ പ്രഭാഷകന് വേണ്ടത് പ്രത്യുൽപ്പന്ന മതിത്വമാണ്. പ്രത്യുൽപ്പന്ന മതിത്വം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ആ സന്ദർഭം അനുസരിച്ച് ഏറ്റവും യുക്തിപൂർവകമായി പ്രതികരിക്കുക. നമുക്കെല്ലാവർക്കും അറിയുന്ന വ്യക്തിയാണല്ലോ മാർ ക്രിസോസ്റ്റം തിരുമേനി. വളരെ ഫലിതപ്രിയനായ, നർമ്മരസികനായ മാർ ക്രിസോസ്റ്റം, വന്യവയോധികനായ മാർ ക്രിസോസ്റ്റം. അദ്ദേഹം ഒരിടത്ത് ഈ മദ്യത്തിനെതിരെ, മദ്യനിരോധനത്തെക്കുറിച്ച് പ്രസംഗിക്കുകയാണ്. ഒരു ക്ഷണിക്കപ്പെട്ട സദസ്സിൽ ധാരാളം ആളുകൾ, സ്ത്രീകളും പുരുഷന്മാരും കൂടിയിരിക്കും. അപ്പോൾ അദ്ദേഹം മദ്യത്തിൻ്റെ ദോഷഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. മദ്യപിക്കരുത്, മദ്യപിക്കുമ്പോൾ ഉണ്ടാകുന്ന ബോധക്ഷയം, മദ്യപിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന നഷ്ടമാകുന്ന നമ്മുടെ സാരവത്തായ കാര്യങ്ങൾ, നമ്മുടെ ജീവിതം നഷ്ടമാകുന്നത്, കുടുംബ ബന്ധങ്ങൾ നഷ്ടമാകുന്നത്, ഇതിനെക്കുറിച്ചെല്ലാം അദ്ദേഹം പറയുകയാണ്. പക്ഷേ ഇദ്ദേഹം പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്ത്രീകളുടെ ഭാഗത്തേക്ക് നോക്കിക്കൊണ്ടാണ്, കൂടുതലും അങ്ങോട്ട് നോക്കിക്കൊണ്ടാണ്. പെട്ടെന്നൊരു ചേട്ടത്തി എഴുന്നേറ്റ്
ചേട്ടത്തി എഴുന്നേറ്റിട്ട് പറഞ്ഞു, അങ്ങെന്തിനാണ് ഇക്കാര്യങ്ങളൊക്കെ ഞങ്ങളെ നോക്കി പറയുന്നത്? ഇത് കേട്ടാൽ തോന്നുന്നു ഞങ്ങളായിരിക്കും മദ്യപിക്കുന്നത്, ആണുങ്ങളല്ലേ മദ്യപിക്കുന്നത്, എന്നിട്ട് അങ്ങ് ഇത് ഞങ്ങളോട് പറയേണ്ട കാര്യമുണ്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് സംഘാടകരാകെ അസ്വസ്ഥരായി, സംഘാടകരാകെ ബുദ്ധിമുട്ടിലായി. തിരുമേനിയോട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, തിരുമേനിക്ക് എന്ത് തോന്നിക്കാണും, തിരുമേനി എങ്ങനെ പ്രതികരിക്കുമെന്നറിയില്ല, എങ്ങനെയാണ് തിരുമേനി പ്രതികരിക്കാൻ പോകുന്നത് അതറിയാനുള്ള ഉത്കണ്ഠ. ആ ഒരു വല്ലാത്ത അവസ്ഥയിൽ അദ്ദേഹം എങ്ങനെ അത് കൈകാര്യം ചെയ്തെന്നറിയുമോ? അദ്ദേഹം ആ സ്ത്രീയെ നോക്കിയിട്ട് പറഞ്ഞു, അല്ല, സഹോദരിയെ പോലെ ഉള്ളവർ ഉള്ള വീട്ടിൽ മദ്യപിക്കാതെ എങ്ങനെയാണ് ആണുങ്ങൾ കഴിയുന്നത്? ഇവിടെ തന്നെ ഇപ്പോൾ സഹോദരിയുടെ അവസ്ഥ ഇതല്ലേ. എല്ലാവരും കൂടെ കൈയടിച്ചു, ചിരിച്ചു. ആ സ്ത്രീ അതിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങിയതുപോലെ നിശബ്ദയായി. രംഗം ശാന്തമായി. ഇത് പ്രത്യുൽപ്പന്ന മതിത്വമാണ്. ആ നിമിഷം അതിനെ നേരിടുക, നേരിട്ട് തോൽപ്പിക്കുക, തോൽപ്പിച്ച് ഭൂരിപക്ഷത്തിൻ്റെ അംഗീകാരം നേടുക, അതാണ് പ്രത്യുൽപ്പന്ന മതിത്വത്തിൻ്റെ ലക്ഷ്യം. ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് വേദിയിൽ നിൽക്കുന്ന പ്രഭാഷകന് മനസ്സാന്നിധ്യം ഉണ്ടാവണം. അയാൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിൽ പതിയണമെങ്കിൽ അയാൾക്ക് താൻ നിൽക്കുന്നത് ഈ വേദിയിലാണെന്നും തൻ്റെ മുന്നിലിരിക്കുന്നത് ഈ മട്ടിലുള്ള സദസ്സാണെന്നും തൻ്റെ വിഷയം ഇതാണെന്നും ബോധമുണ്ടാകും. പലരും നേരത്തെ പഠിച്ചു വെച്ച കാര്യങ്ങളാണ് വന്ന് പറയുന്നത്. ഏതോ ഒരു ലോകത്ത് നിന്നുകൊണ്ട്, ഓർമ്മയുടെ ഏതോ ഒരു തീരത്ത് നിന്നുകൊണ്ട് അവർ പറയുകയാണ്. ഞാനൊരിക്കൽ എൻ്റെ ഒരു ജ്യേഷ്ഠ സുഹൃത്തിന്, സെക്രട്ടേറിയറ്റിലെ ഒരു ജ്യേഷ്ഠ സുഹൃത്തിന്, അതേ രാഷ്ട്രീയ രംഗത്തൊക്കെ വന്ന സമയത്ത്, അവിടുത്തെ സംഘടനാ രംഗത്തൊക്കെ വന്ന സമയത്ത് അദ്ദേഹത്തിന് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടൊരു പ്രഭാഷണം തയ്യാറാക്കി കൊടുത്തു. അദ്ദേഹത്തിന് നല്ല രീതിയിൽ അത് അവതരിപ്പിക്കണമെന്നുള്ളതുകൊണ്ട് പലതവണ അദ്ദേഹം എൻ്റെ അടുത്ത് റിഹേഴ്സൽ ചെയ്യുകയും നന്നായി പരിശീലിക്കുകയും ചെയ്തിട്ട് അദ്ദേഹം പ്രസംഗവേദിയിൽ വന്നു. അന്നത്തെ മുഖ്യമന്ത്രി അതിൽ പങ്കെടുക്കുന്നുണ്ട്, 3-4 മന്ത്രിമാർ പങ്കെടുക്കുന്നുണ്ട്. ഒരു സംസ്ഥാന സമ്മേളനമാണ്. ഇദ്ദേഹമാണ് അധ്യക്ഷൻ. അദ്ദേഹം ഒരു ആവശ്യമില്ലാതെ, അധ്യക്ഷന് ആദ്യം സംസാരിക്കേണ്ട കാര്യമില്ല. അധ്യക്ഷനാണെങ്കിലും ഉപക്രമം അത്ര നിർബന്ധമല്ല, ഉപസംഹാരത്തിനും സംസാരിക്കാം, ഇടയ്ക്കും സംസാരിക്കാം. വിശേഷിച്ചും മുഖ്യമന്ത്രി സംസാരിക്കുന്ന വേദിയിൽ അദ്ദേഹം ഇങ്ങനെ ആവേശഭരിതനാകേണ്ട കാര്യമില്ല. പക്ഷേ അദ്ദേഹം ആവേശഭരിതനാവുകയാണ്, അകാരണമായി ആവേശഭരിതനാവുകയാണ്. അദ്ദേഹം ഇങ്ങനെ ആവേശഭരിതനാകുന്നതുകൊണ്ട് സദസ്സ് ഒന്ന് വിഷമിച്ചു. ഇതെന്തു പറ്റി? അദ്ദേഹം പെട്ടെന്ന് അവിടെ ഒന്നുമില്ലാത്ത വിഷയങ്ങളെക്കുറിച്ച് പറഞ്ഞ് വികാരാധീനനാവുകയും വികാരവിജൃംഭിതനാവുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് ഞാനും വിഷമിച്ചു. ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ അദ്ദേഹം പറയുകയാണ്, മൂത്രവുമല്ല. എല്ലാവരും നിശബ്ദരായി. പിന്നെ പൊട്ടിച്ചിരിച്ചു. മാത്രവുമല്ല എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, അദ്ദേഹം എവിടെയാണ് നിൽക്കുന്നതെന്നോ, വേദിയിൽ ആരൊക്കെയാണ് ഇരിക്കുന്നതെന്നോ, എന്തിനാണ് താൻ സംസാരിക്കുന്നതെന്നോ ബോധ്യമില്ലാതെ പോയി. മനസ്സാന്നിധ്യം അനിവാര്യമായി വേദിയിൽ ഉണ്ടാകും. അഭിസംബോധന പ്രഭാഷണത്തിലെ പ്രധാനമായ ഒരു ഇനമാണ് അഭിസംബോധന. പലപ്പോഴും നമ്മൾ കണ്ടിട്ടില്ലേ, സ്റ്റേജിൽ 18 പേരിരിക്കും, സ്റ്റേജിൽ സദസ്സിൽ 12 പേരിരിക്കും. പക്ഷേ ഈ സ്റ്റേജിലിരിക്കുന്ന 18 പേരും എഴുന്നേറ്റ് അവിടെ ഇരിക്കുന്ന മറ്റു 17 പേരെ അഭിസംബോധന ചെയ്തിട്ട് പിന്നെ സദസ്സിനെ അഭിസംബോധന ചെയ്യുമ്പോൾ എത്രമാത്രം അരോചകമാണ്, വിരസമാണ് എന്നാലോചിക്കുക. അവിടെ നമുക്ക് പറയാം, അഭിനന്ദ്യനായ അധ്യക്ഷൻ്റെ പേര് പോലും പറയണമെന്നില്ല, ആദരണീയനായ ഉദ്ഘാടകൻ ചിലപ്പോൾ പോയി കഴിഞ്ഞിരിക്കും. ഈ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ ഇങ്ങനെ പറഞ്ഞു പോകാവുന്നതേ ഉള്ളൂ. പക്ഷേ പലരും ഇങ്ങനെ നീട്ടി, ഇവിടെ അധ്യക്ഷത വഹിക്കുന്ന ഈ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായ ശ്രീ ഗോപാലപിള്ള ചേട്ടനും അതോടൊപ്പം അതിൻ്റെ അടുത്തിരിക്കുന്ന മുൻ പ്രസിഡന്റ്, അദ്ദേഹം നമുക്ക് ഏവർക്കും കണ്ണിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകുമ്പോൾ, ഓരോ ആളും പറഞ്ഞു പോകുമ്പോൾ അത് എത്രമാത്രം വിരസമാകും എന്നാലോചിക്കുക. അപ്പോൾ അഭിസംബോധന വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. അഭിസംബോധനയെക്കുറിച്ച് പറയുമ്പോഴെല്ലാം ഞാൻ ഓർമ്മിക്കുന്ന ഒരു സംഭവമുണ്ട്. ഞാൻ സെക്രട്ടേറിയറ്റിൽ വന്ന കാലത്താണ്. ഞാൻ ഒരു വൈകുന്നേരം നമ്മുടെ VJT ഹാളിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ പോകുമ്പോൾ അവിടെ ഒരു ക്യാൻറ്റീനുണ്ട്, യൂണിവേഴ്സിറ്റിയുടെ ക്യാൻറ്റീൻ. ആ ക്യാൻറ്റീനിൽ 1-2 സുഹൃത്തുക്കളൊക്കെ അവിടെ നിൽക്കുന്നു. അങ്ങോട്ട് ചെല്ലുമ്പോഴുണ്ട് ഒരാൾ നിന്ന് പ്രസംഗിക്കുന്നു, റോഡിലേക്ക് ഇറങ്ങി നിന്ന് പ്രസംഗിക്കുന്നു, മൈക്ക് വെച്ച് പ്രസംഗിക്കുന്നു, വളരെ ഘോരമായി സംസാരിക്കുന്നു.
വളരെ ഉജ്ജ്വലമായി എന്തൊക്കെയോ പറയുന്നുണ്ട്. ആരും ശ്രദ്ധിക്കാനില്ല. എല്ലാവരും പ്ലാസ്റ്റിക് ബാഗും തൂക്കി അവരവരുടെ കാര്യങ്ങളായിട്ട് പോവുകയാണ്. എനിക്ക് വളരെ വിഷമം തോന്നി. പ്രഭാഷണ കലയോട് അടങ്ങാത്ത അഭിനിവേശമുള്ള എനിക്ക് ഒരു പ്രഭാഷകൻ ഈ സായാഹ്നത്തിൽ ഇത്രയേറെ ജനങ്ങൾ സഞ്ചരിക്കുന്ന ഒരു ഭാഗത്ത് ഇത്ര കാര്യക്ഷമമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആരും ശ്രദ്ധിക്കുന്നില്ല. എനിക്ക് പ്രതിഷേധം തോന്നി. ഞാൻ ശ്രദ്ധിക്കും. ഞാൻ റോഡിലേക്ക് ഇറങ്ങി നേരത്തെ പറഞ്ഞ പോലെ ഫോർവേഡ് ലീനല്ല, ബാക്ക്വേഡ് ലീനോടെ ഞാൻ ഈ പ്രസംഗം കേൾക്കും എന്ന അഹങ്കാര ബുദ്ധിയോടെ ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിച്ചുകൊണ്ട് നിന്നു. അന്ന് ഈ പ്രൈവറ്റ് ബസ്സൊന്നും വരാത്ത കാലമാണ്. അല്ലാതെ അവരെടുത്തുകൊണ്ട് പോയതിനെ പ്രസംഗം ശ്രദ്ധിപ്പിക്കാനായിട്ട്. ഞാനങ്ങനെ കേട്ട് നിൽക്കുമ്പോൾ ഉണ്ട് ഒരു അഭിസംബോധന, പാപികളെ. ഞാൻ തിരിഞ്ഞു നോക്കി, ഇതാരെ വിളിക്കുന്നു? ആരുമല്ല, പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന എന്നെ എനിക്കിട്ട് വിളിക്കുകയാണ്. ചിലപ്പോൾ എനിക്ക് മനസ്സിലായി ചുമ്മാതല്ല ആരും നിൽക്കാത്തത്. അഭിസംബോധന സദസ്സിനെ അകറ്റുന്നതാവരുത്. അഭിസംബോധനയെക്കുറിച്ച് പറയുമ്പോൾ വളരെയധികം ഔചിത്യം പാലിക്കേണ്ട ഒരു ഘടകമാണ് അഭിസംബോധന. ഗ്രന്ഥകാരൻ വീണ്ടും പറയുന്നു, അല്ലെങ്കിൽ എങ്ങനെയല്ലെങ്കിൽ കവിത പറഞ്ഞുകൊണ്ട് തുടങ്ങിയില്ലെങ്കിൽ, ഫലിതം പറഞ്ഞുകൊണ്ട് തുടങ്ങിയില്ലെങ്കിൽ കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങാം, ശരിയാണ്. പക്ഷെ ആ കഥ ഏതു കഥയുമാവട്ടെ, എത്ര വിശ്വോത്തരമായ കഥയുമാവട്ടെ, ആ കഥ അവതരിപ്പിക്കുവാനുള്ള ഒരു പാഠവം നമുക്കുണ്ടാവണം. ശ്രോതാക്കളിൽ കഥാശ്രവണ കൗതുകം നമ്മൾ ഉണർത്തണം. ശ്രോതാക്കളിൽ കഥാശ്രവണ കൗതുകം ഉണർത്തണമെങ്കിൽ നമുക്ക് ആ കഥയിലെ സന്ദർഭങ്ങളും സാഹചര്യങ്ങളും അതിലെ ഓരോ ദൃശ്യങ്ങളും കഥാപാത്രങ്ങളും അവിടെ നടക്കുന്ന സംഭവങ്ങളും അവരുടെ മുന്നിൽ സംഭവിക്കുന്നത് പോലെ ആവിഷ്കരിക്കുവാനുള്ള ചാതുര്യമുണ്ടാവണം. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഈ പ്രഭാഷണത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞത്, പ്രഭാഷണം എന്ന് പറയുന്നത് ഒരു അവതരണ കലയാണ്. പ്രഭാഷകന് നാടകീയതകൾ വേണം. നാടകാവതരണത്തിൻ്റെ ഒരു കഴിവ്, മികവ് പ്രഭാഷകനുണ്ടാവണം. എങ്കിൽ മാത്രമേ കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങിയാൽ അത് വിജയിക്കുകയുള്ളൂ. ഇനിയുമുണ്ട്. ആ സദസ്സിൻ്റെ പൾസ് അറിയുവാൻ പ്രഭാഷകന് കഴിയണം. അത് അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് സ്വയം രൂപപ്പെടുത്തിയെടുക്കേണ്ട ഒരു സിദ്ധിയാണ്. ആ സദസ്സിൻ്റെ പൾസ് അറിയുക. അവർ ഏതു തരക്കാരാണ്. ഗാന്ധിജിയെക്കുറിച്ച് പറഞ്ഞു, വലിയ ചലനമില്ല എങ്കിൽ അവിടെ ഗാന്ധിജി പോവുകയില്ല, ഗാന്ധിജി അവിടെ സ്വീകരിക്കപ്പെടുകയില്ല. മാർക്സിനെ കുറിച്ച് പറഞ്ഞു. മാർക്സിനെ കുറിച്ച് പറഞ്ഞപ്പോഴും വൈകാരികമായ ഒരു തലമില്ലെങ്കിൽ അത് നമ്മൾ ഉപയോഗിക്കാതിരിക്കുക. അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കറിയണം. പക്ഷേ ഈ തരത്തിൽ അറിയാൻ പോകുമ്പോൾ നമ്മൾ അറിയാതെ പോകുന്ന ചില അബദ്ധങ്ങളുണ്ട്. പണ്ട് കോഴിക്കോട് തിരുവനന്തപുരത്തെ വളരെ പ്രസിദ്ധനായ ഒരു രാഷ്ട്രീയ പ്രഭാഷകൻ, വളരെ പ്രസിദ്ധനായ, വളരെ കഴിവുള്ള, ഈ രംഗത്തെ പ്രഗത്ഭമതിയായ ഒരാൾ കോഴിക്കോട് പ്രസംഗിക്കാൻ പോയി. അവിടുത്തെ ഒരു മൈതാനത്ത്, കടൽപ്പുറത്തുള്ള മൈതാനത്ത് പ്രസംഗിക്കുകയാണ്. അദ്ദേഹം പ്രസംഗം ആരംഭിച്ചു. അദ്ദേഹം പറഞ്ഞു, മനുഷ്യന് രണ്ടു കാര്യങ്ങൾക്ക് വേണ്ടി ഒരു വീട്ടിൽ അനുവാദമില്ലാതെ കടന്നു ചെല്ലാം. രണ്ടു കാര്യങ്ങൾക്ക് വേണ്ടി. എന്താണെന്നോ? ഒന്ന്, ആ വീടിന് തീ കൊളുത്താൻ. രണ്ട്, ആ വീടിന് തീ കെടുത്താൻ. പമ്പിച്ച കയ്യടിയായി. ഭയങ്കര തുടക്കം. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ പറയുന്ന ഈ ആശയം, ഈ പ്രസംഗം 2 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾ കൈയടിച്ച് സ്വീകരിക്കും എന്ന് ഞാൻ നിങ്ങളോട് ബെറ്റ് വയ്ക്കുകയാണ്, പന്തയം വയ്ക്കുകയാണ്. അതല്ല, ഞാൻ ഈ ആശയം തന്നെ അവസാന ഭാഗത്ത് പറയുന്ന സമയത്ത് നിങ്ങൾ കൈയടിക്കുന്നില്ല എങ്കിൽ എൻ്റെ പ്രഭാഷണ ജീവിതം ഇവിടെ വെച്ച് ഞാൻ അവസാനിപ്പിക്കും. ഈ വിധത്തിൽ ആരും ചെയ്യാൻ മടിക്കുന്ന തരത്തിൽ വളരെ ചങ്കുറ്റത്തോടെ, വളരെ ആത്മവിശ്വാസത്തിൻ്റെ കൊട്ടുമുടിയിൽ നിന്നുകൊണ്ട് അദ്ദേഹം പ്രസംഗം ആരംഭിക്കുകയാണ്. പക്ഷേ എന്ത് സംഭവിച്ചു? നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് പുസ്തകങ്ങൾ, ശാസ്ത്ര പുസ്തകങ്ങൾ ഇറങ്ങുന്നുണ്ട്. ജീവിതത്തിൽ ഒരിക്കലും പ്രഭാഷണം നടത്തിയിട്ടില്ലാത്തവർ, ഒരിക്കൽ പോലും വേദിയിൽ കയറിയിട്ടില്ലാത്തവർ, കയറിയാൽ തന്നെ ആരെയും സ്വാധീനിക്കാൻ കഴിയാത്തവർ, അവരൊക്കെയാണ് പുസ്തകം എഴുതുന്നത്. എന്നാൽ പിന്നെ പുസ്തകം എഴുതാം എന്ന് പറഞ്ഞ് എഴുതുകയാണ്. അവർ പറയുന്നത് പുതിയ പ്രഭാഷകർക്കുള്ള മാർഗനിർദ്ദേശങ്ങളാണ്. ചിലർ പറയും, ഒരു കവിത പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഒരു കവിത പറഞ്ഞുകൊണ്ട് തുടങ്ങും. വ്യത്യസ്തമായുള്ള ഒരു തുടക്കമാണ്, നല്ലതാണ്. പക്ഷേ കവിത പറഞ്ഞുകൊണ്ട് തുടങ്ങണമെങ്കിൽ ആ കവിത നമുക്ക് അങ്ങേയറ്റം ഹൃദിസ്ഥമായിരിക്കണം. ഞാനൊരിക്കൽ നമ്മുടെ തിരുനെല്ലൂർ കരുണാകരന് വയലാർ അവാർഡ് കിട്ടിയ കാലത്ത്
തിരുവനന്തപുരം പൗരാവലി അദ്ദേഹത്തിന് ടൗൺ ഹാളിൽ വെച്ച് ഒരു വലിയ സ്വീകരണം കൊടുത്തപ്പോൾ അതിലെ സ്വാഗത പ്രഭാഷകൻ വർഷങ്ങൾക്ക് മുമ്പ് ഞാനായിരുന്നു. വളരെ ഉന്നതരായ കവികൾ, മഹാകവികൾ, നമ്മളെ വിട്ടുപോയ, അടുത്ത കാലത്ത് വിട്ടുപോയ ഉന്നതനായ കവി ഉൾപ്പെടെയുള്ള ഒരു വലിയ പ്രബുദ്ധമായ പണ്ഡിതന്മാർ, സാംസ്കാരിക നായകന്മാർ വേദിയിലുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ റാണി എന്ന കവിത ഉദ്ധരിച്ചുകൊണ്ടാണ് എൻ്റെ ആദ്യത്തെ വാചകം തുടങ്ങുന്നത്. ഗ്രാമീണ ഭംഗിതൻ പൂവണി പച്ചില പോർമുലക്കച്ചയിലെങ്ങാൻ വൃശ്ചികക്കാറ്റൊന്നു കൈവയ്ക്കാൻ നോക്കുകിൽ പ്രക്ഷുബ്ധമായിടും കായൽ. കായലിൻ മാറിൽ അലിഞ്ഞു ചേർന്നിടുവാനായുന്ന കാനന ചോല. ചോലയും കായലും പുൽകവേ പുഞ്ചിരിച്ചാർത്തിടും പൂന്തിരമാല. പൂന്തിരമാല മേൽ നിർക്കിളിച്ചാർത്തു പോൽ നീന്തുമൊരായിരം തോണി. ആ തോണിയിലൊന്നിൽ നദാലസയാം ജലദേവത പോലെ പോവും റാണി. ചിത്രചലനമ ഗ്രാമ പശ്ചാത്തലം ചിത്രത്തിലാക്കുവാൻ മേല. ഭാവനയ്ക്കപ്പുറം നിൽക്കുമാ സൗഭകം പാടിപ്പുകഴ്ത്തുവാൻ മേല. ഗ്രാമ സൗഭാഗ്യങ്ങളുടെ ധന്യതയെ, അഷ്ടമുടിക്കായലിൻ്റെ ആ ചിത്രഭംഗിയെ ഇത്ര മികവോടെ ആവിഷ്കരിച്ച കവിയെ അനുമോദിക്കുവാൻ വേണ്ടി സംഘടിപ്പിച്ചതാണ് ഈ ചടങ്ങ്. ആദ്യത്തെ വാചകമാണ്. അപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ഈ കവിത എഴുതി ഉദ്ധരിക്കാൻ വേണ്ടി, ഇവിടെ പ്രസംഗത്തിനിടയിൽ ഉദ്ധരിക്കാൻ വേണ്ടി എഴുതി പോക്കറ്റിലിട്ട് തുണ്ടുമായിട്ട് വന്ന പലരും ആ തുണ്ട് വലിച്ചു കീറിക്കളഞ്ഞു. കാരണം സ്വാഗത പ്രഭാഷകൻ ഓഫ് ഹാൻഡായിട്ട്, ബൈ ഹാർട്ടായിട്ട് പറഞ്ഞ ഈ വരികൾ ഇനി തുണ്ട് നോക്കി വായിച്ചിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് വളരെ ആത്മവിശ്വാസമുള്ള വരികളെ പ്രസംഗത്തിൽ ഉപയോഗിക്കാം. അന്ന് പഠിച്ചത് ഒരിക്കലും പറയരുത്. പണ്ടൊരാൾ പ്രസംഗത്തിനിടയിൽ പറഞ്ഞു, എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് വള്ളത്തോളിൻ്റെ 4 വരികളാണ്. അങ്ങനെയാണല്ലോ ഈ കവിതയിലേക്ക് വരുന്നത്. എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് വള്ളത്തോളിൻ്റെ 4 വരികളാണ്. എന്നിട്ടോ ആ വരികൾ ഓർമ്മ വരാതിരിക്കുകയും ചെയ്തു. പിന്നെ അദ്ദേഹം എങ്ങനെ അവിടെ നിന്ന് പോയി എന്നറിയില്ല. പ്രസംഗം തുടങ്ങി ഒരു 45 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഭയങ്കര കൂവൽ, അതിശക്തമായ കൂവൽ. കൂവൽ കേട്ടതും കുറെ ആളുകൾ എഴുന്നേറ്റ് പോവുകയും ചെയ്തു. കൂവിക്കൊണ്ട് ഇറങ്ങിപ്പോവുകയും ചെയ്തു. തിരിച്ചു കൂവിക്കൊണ്ട് ഇറങ്ങിപ്പോകും. അദ്ദേഹം വല്ലാതെ ഷോക്ഡായി. അദ്ദേഹം അസ്വസ്ഥനായി. എന്താ ജീവിതത്തിൽ, അദ്ദേഹത്തിൻ്റെ പ്രഭാഷണ ജീവിതത്തിൽ ഇത് ആദ്യമായിട്ടാണ് ആളുകൾ ഇങ്ങനെ ഇത്രയും താല്പര്യപൂർവ്വം ഇത്ര ദൂരം ക്ഷണിച്ച് വരുത്തിയിട്ട് കൂവുന്നത് എന്താണ്. എന്നിട്ടും അദ്ദേഹം ആത്മവിശ്വാസത്തിൻ്റെ നേരത്തെ പറഞ്ഞ കൊടുമുടിയുടെ മുകളിൽ നിന്നുകൊണ്ട് തൻ്റെ പ്രഭാഷണം തുടർന്നു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കാണും വീണ്ടും കൂവൽ. കുറച്ച് ആളുകൾ കൂടി എഴുന്നേറ്റ് പോയി. പക്ഷേ ഒരു മഹാസദസ്സ് പിന്നെയും അവശേഷിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് കാതോർത്തുകൊണ്ട്, അദ്ദേഹം പറയുന്നത് എന്തെന്ന് സശ്രദ്ധം കേട്ടുകൊണ്ട് അവിടെ ഒരു മഹാസദസ്സ് അവശേഷിക്കുന്നു. രണ്ടാമതും കൂകിയപ്പോൾ അദ്ദേഹം വീണ്ടും അസ്വസ്ഥനായി. എങ്കിലും വർദ്ധിത വീര്യനായി അദ്ദേഹം തൻ്റെ ആശയങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് കാണും മൂന്നാമത്തെ കൂവൽ. അദ്ദേഹം പെട്ടെന്ന് തന്നെ ഒരു 2-3 വാചകങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് പ്രസംഗം എങ്ങുമെങ്ങും എത്തുന്നതിന് മുമ്പ്, ആശയങ്ങളെ എങ്ങുമെങ്ങും ഇറക്കി വിടാൻ കഴിയുന്നതിന് മുമ്പ് അദ്ദേഹം അബ്രപ്റ്റായിട്ട് ആ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. പ്രഭാഷണം കഴിഞ്ഞപ്പോൾ, അങ്ങനെ നിർത്തിയപ്പോൾ ആരാധകർ തടിച്ചുകൂടി, ചുറ്റും കൂടി. എന്തു പറ്റി അങ്ങ് എന്താണ് നിർത്തിയത്? അദ്ദേഹം പറഞ്ഞു, മോശമായിപ്പോയി, എൻ്റെ ജീവിതത്തിൽ ഇത് ആദ്യത്തെ ഇൻസൾട്ടാണ്, എന്നെ ഇങ്ങനെ ആരും അപമാനിച്ചിട്ടില്ല. എന്തു പറ്റി? ഞാൻ പ്രസംഗിച്ച് 45 മിനിറ്റ് നിങ്ങൾ കേട്ടില്ലേ കൂവിയത്? അയ്യോ സാറിന് തെറ്റിപ്പോയതാണ്, ഇത് കടപ്പുറമാണ്, ഇവിടെ മീന് വന്നു എന്നുള്ളതിൻ്റെ സിഗ്നലായിട്ടാണ് ഇങ്ങനെ കൂവുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടവരാണ് പോയത്, അത് മീന് വന്നിട്ടാണ്. പക്ഷെ ബാക്കി ആളുകൾ മുഴുവൻ ശ്രദ്ധയോടെ കേട്ടിരിക്കുകയാണ്. അപ്പോൾ സദസ്സിനെ വീക്ഷിക്കുമ്പോൾ, സദസ്സിൻ്റെ ഹൃദയവികാരങ്ങളെ അളക്കാൻ ശ്രമിക്കുമ്പോൾ തെറ്റുപറ്റാതിരിക്കുവാനും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അടുത്ത് പറയുന്നത് വികാരമാണ്. വികാരം തളിർക്കണം. പ്രഭാഷകൻ്റെ ആശയ സംവേദനത്തിൽ വൈകാരികതയുടെ ഒരു തലമുണ്ടാകണം. അദ്ദേഹം നിസ്സംഗനായി വാക്കുകൾ പറഞ്ഞാൽ പോരാ. വെറുതെ എന്തെങ്കിലും പറഞ്ഞു അതിനകത്ത് ഒരുപാട് ആശയങ്ങളുണ്ടാവാം, അതിനകത്ത് അറിവിൻ്റെ ധാരാളിമയുണ്ടാകാം. ഇതൊക്കെ ഉള്ളപ്പോൾ വൈകാരികമായ ഒരു അംശം കേൾവിക്കാരനെ സുഖകരമായ വിധത്തിൽ ആകർഷിക്കുന്ന മട്ടിൽ ഉണ്ടാവുക തന്നെ വേണം. അതാണ് വികാരം ഭാഷ പൂത്തും വികാരം തളിർത്തും എന്ന് പറയുന്നത്. ഒപ്പം തന്നെ ഭാവനയുണ്ടാവണം, കൽപ്പനകളുണ്ടാവണം. ഭാവനയുടെ ഒരു ചക്രവാളം പ്രഭാഷകൻ്റെ മനസ്സിൽ സദാ വികസ്വരമായിരിക്കണം. ആ ഭാവന ഈ പറയുന്ന വിഷയത്തെ കൂടുതൽ പ്രോജ്വലമാക്കും. ഭാവനയ്ക്ക് പുളകം കിളിർത്തും മനസ്സിലേക്ക്, അനുവാചക മനസ്സിലേക്ക്
അലിഞ്ഞു ചേരുന്ന വിധത്തിലുള്ള ഒരു ആശയ സംവേദന കലയാണ് പ്രഭാഷണം. പ്രഭാഷണത്തെ പല വിധത്തിൽ നിർവചിക്കുന്നുണ്ട്. എങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നിർവചനം ഇതാണ്. പിന്നെ വേണ്ടത് എല്ലാവരെയും പ്രഭാഷകൻ നോക്കണം. പ്രഭാഷകന്റെ കണ്ണുകൾ ഓരോ വ്യക്തിയുടെയും കണ്ണുകളിലേക്ക് മാറി 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 സഞ്ചരിച്ചു കൊണ്ടിരിക്കണം. ചില പ്രഭാഷകന്മാരുണ്ട് ഒരു ഭാഗത്തേക്ക് മാത്രമേ നോക്കുകയുള്ളൂ, ഒരു ഭാഗത്തേക്ക് മാത്രം. ഇത് സ്ത്രീകളും പുരുഷന്മാരും ഇരിക്കുന്നു. സ്ത്രീകളെ മാത്രം നോക്കി സംസാരിക്കുന്ന ചില പ്രഭാഷകന്മാരുണ്ട്. പല പ്രഭാഷകന്മാരും അങ്ങനെയാണ്. അങ്ങനെയുള്ള ഒരു പ്രഭാഷകൻ ഈയിടയ്ക്ക് സ്ത്രീകളെ നോക്കി സംസാരിച്ചിട്ട് എന്തിനോ വേണ്ടി തിരിഞ്ഞപ്പോൾ പുരുഷന്മാരിരുന്ന ആ ഭാഗം മുഴുവൻ ആരെയും കണ്ടില്ല, വേക്കൻ്റായി. അവരെഴുന്നേറ്റ് പോയി. കാരണം ഇദ്ദേഹം അവർക്ക് വേണ്ടിയാണല്ലോ സംസാരിക്കുന്നത്. ആ വിധത്തിലാവരുത്. നമ്മളെല്ലാ കണ്ണുകളിലേക്കും നോക്കണം. എല്ലാ കണ്ണുകളിലേക്കും നോക്കുമ്പോൾ വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു കണ്ണിൽ ഉടക്കിപ്പോകരുത്. ആ കണ്ണിൽ ഉടക്കി അങ്ങ് നിൽക്കരുത്. എല്ലാ കണ്ണുകളിലേക്കും നോക്കണം. എന്ന് പറഞ്ഞാൽ ഓരോ ശ്രോതാവിനും, ഓരോ പ്രേക്ഷകനും തോന്നണം, അദ്ദേഹം എന്നെയാണ് ശ്രദ്ധിക്കുന്നത്, അദ്ദേഹം എനിക്ക് വേണ്ടിയാണ് പറയുന്നത്, അദ്ദേഹം എന്നെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ വികാരം, ഈ വിചാരം, ഈ അനുഭവം എല്ലാ പ്രേക്ഷകനും സമ്മാനിക്കാൻ കഴിയുമ്പോൾ ആ പ്രഭാഷകൻ വിജയിക്കുന്നു എന്ന് പറയാം. നമ്മൾ ഈ നേരത്തെ പറഞ്ഞ നിയമങ്ങളൊക്കെ വിസ്തരിച്ച് കേട്ടുവല്ലോ. ചിരിച്ചുകൊണ്ട് വരണം പ്രഭാഷകൻ, അല്ലേ? മുമ്പോട്ട് കുനിഞ്ഞു നിൽക്കണം, എല്ലാവരെയും നോക്കണം എന്നൊക്കെ പറഞ്ഞല്ലോ. ഈ എല്ലാ നിയമങ്ങൾക്കും എതിരായി പ്രവർത്തിച്ചുകൊണ്ട് പ്രഭാഷണ കലയുടെ പര്യായമായി മാറിയ ആളാണ് ഞാൻ നേരത്തെ ഉദ്ധരിച്ച ഡോക്ടർ സുകുമാർ അഴീക്കോട്. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ നിങ്ങൾ കേട്ടിരിക്കും. നിശ്ചയമായി നിങ്ങൾ ഒന്നിലേറെ തവണ അദ്ദേഹത്തെ നേരിട്ട് ആ പ്രഭാഷണങ്ങൾ അനുഭവിച്ചിരിക്കും. അദ്ദേഹം അങ്ങനെ ചിരിച്ചുകൊണ്ടല്ല പ്രഭാഷണം തുടങ്ങുന്നത്. അദ്ദേഹം മുന്നോട്ട് ആഞ്ഞുകൊണ്ടല്ല പ്രസംഗിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കൈകൾ അങ്ങനെ ഫ്രീ ആയി വിടുകയല്ല. അദ്ദേഹം പിറകോട്ട് ചാഞ്ഞു നിന്നുകൊണ്ട് ഐ കോണ്ടാക്ട്, എല്ലാവരെയും നോക്കുക, എല്ലാ കണ്ണുകളിലും ശ്രദ്ധിക്കുക, അതും അദ്ദേഹത്തിന് ബാധകമല്ല. അദ്ദേഹം അദൃശ്യനായ ഏതോ ശത്രുവിനോട് പടവെട്ടുന്നത് പോലെ തൻ്റെ വാഗ്ധോരണി കൊണ്ട്, ആശയധോരണി കൊണ്ട്, ആശയധാര കൊണ്ട് തൻ്റെ പ്രസംഗമാകുന്ന ആ മഹാകലയെ അദ്ദേഹം ആവിഷ്കരിക്കുകയും പൂർണ്ണമാക്കുകയും ചെയ്യാം. അപ്പോൾ എക്സൽ ചെയ്യുന്നതിന്, ഈ രംഗത്ത് ഏറ്റവും കൂടുതൽ മികവ് പ്രകടിപ്പിക്കുന്നതിന് അങ്ങനെ നിയതമായ നിയമങ്ങളില്ല എന്നാണ് ഈ പ്രഭാഷണകലയുടെ നിത്യമാതൃകയായ സുകുമാർ അഴീക്കോടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇതൊക്കെ നമുക്ക് സാധാരണ നിയമങ്ങളാണ്. പ്രഭാഷണകലയിലേക്ക് നവാഗതരായി വരുന്നവർക്കും അല്ലെങ്കിൽ ആ രംഗത്ത് മികവിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും പ്രാഥമികമായി മനസ്സിലാക്കാവുന്ന തത്വങ്ങൾ മാത്രമാണ്. ഇതിനെയെല്ലാം അതിലംഘിച്ചുകൊണ്ട് സ്വന്തമായ ശൈലികൾ ഓരോ നല്ല പ്രഭാഷകനും രൂപപ്പെടുത്തേണ്ടതാണ്. നമ്മൾ ഈ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് സ്റ്റിയറിങ്ങിൽ എവിടെ പിടിക്കണമെന്ന് പറയുമല്ലോ. 10ഉം 2ഉം, ഒരു ക്ലോക്കിൽ 10, 2 എന്ന് പറയുന്ന 2 സമയങ്ങളെ സങ്കല്പിച്ചുകൊണ്ട് വേണം സ്റ്റിയറിങ്ങിൽ പിടിക്കാനെന്ന് പറയും. എങ്കിൽ മാത്രമേ സ്റ്റിയറിങ്ങിനെ നമ്മൾ ഉദ്ദേശിക്കുന്ന വിധത്തിൽ അതിനെ കറക്കിയെടുക്കാൻ കഴിയുള്ളൂ. ആ വിധത്തിൽ വളയ്ക്കുവാനും തിരിച്ചു വളയ്ക്കുവാനും ഒക്കെ കഴിയണമെങ്കിൽ ഇങ്ങനെ ഒരു പ്രത്യേക ബിന്ദുവിൽ, 2 ബിന്ദുക്കളിൽ പിടിക്കണം എന്ന് ആ ആദ്യ ക്ലാസ്സുകളിൽ പറയും. പക്ഷേ പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ അങ്ങനെയാണോ പിടിക്കുന്നത്? പലരും ഒരു കൈ കൊണ്ടാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ ആ വിധത്തിൽ സ്വന്തമായ ശൈലി ആവിഷ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ കഴിയും. ഇതിൽ ശ്രദ്ധാപൂർവം നിങ്ങൾ സഞ്ചരിക്കുകയാണെങ്കിൽ, ഈ കലയിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ. പക്ഷേ നിർഭാഗ്യവശാൽ നല്ല പ്രഭാഷകന്മാരുടെ എണ്ണം ഇന്ന് വളരെ കുറവാണ്. നമുക്ക് ഇഷ്ടം പോലെ ഫുട്ബോൾ കളിക്കാറുണ്ട്. ഞാൻ പല വേദികളിലും കോളേജുകളിലും ഒക്കെ പോകുമ്പോൾ കുട്ടികളോട് ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് ലോകത്തെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന 5 മജീഷ്യൻസിൻ്റെ പേര് പറയാം. അവർ 5 അല്ല, 10 അല്ല, എത്ര പേര് വേണമെങ്കിലും പറയും. ഏറ്റവും നല്ല നടന്മാരെ കുറിച്ച് ചോദിച്ചാൽ, പോപ്പ് സംഗീതജ്ഞരെ കുറിച്ച് ചോദിച്ചാൽ, ചിത്രകാരന്മാരെ കുറിച്ച് ചോദിച്ചാൽ, ആരെക്കുറിച്ച് ചോദിച്ചാലും ഒരുപിടി ആൾക്കാരുടെ പേരുകൾ പറയുവാനുള്ള പ്രാപ്തിയും വിവരവും കുട്ടികൾക്കുണ്ടായിരിക്കും. ഏറ്റവും നിങ്ങളെ ആകർഷിച്ച പ്രഗത്ഭരായ, നിങ്ങളുടെ അറിവിൽ നിറഞ്ഞു നിൽക്കുന്ന 10 പ്രഭാഷകന്മാരുടെ പേര് പറയൂ എന്ന് പറയുമ്പോൾ പലപ്പോഴും 1-2 പേരുകളിൽ അവർ കുടുങ്ങിപ്പോവുകയാണ്. 5 പേരുകൾ പോലും തികച്ച് പറയുന്നില്ല. മിക്ക സന്ദർഭങ്ങളിലും സുകുമാർ അഴീക്കോടിൽ നിന്ന് ആരംഭിക്കുകയും പിന്നെ
വേറെ നമ്മൾ കേട്ടിട്ടില്ലാത്ത പേരുകളിലേക്ക് താൽക്കാലികമായി അവർ ആ ഉത്തരം പറയുന്നതിന് വേണ്ടി മാത്രം സാങ്കേതികമായി പോവുകയും ചെയ്യുന്ന ഒരു ദുരവസ്ഥയാണിന്നുള്ളത്. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്? പ്രഭാഷണത്തെക്കുറിച്ച് പ്രഭാഷണ കലയുടെ ആചാര്യനെന്ന് വിശേഷിപ്പിക്കാവുന്ന ഏറ്റവും വലിയ വാഗ്മയ കലയുടെ ആകാശപുരുഷനായ ഡോക്ടർ സുകുമാർ അഴീക്കോട് അദ്ദേഹം പ്രഭാഷണത്തെക്കുറിച്ച് പറഞ്ഞത് ആത്മാർത്ഥതയ്ക്ക് തീ പിടിക്കുന്നതാണ് പ്രഭാഷണം എന്നാണ്. അങ്ങനെയായിരിക്കണം ഉത്തമമായ പ്രഭാഷണം. പ്രഭാഷകന് നല്ല വാക്കുകൾ ഉണ്ടാവാം, വാക് ചാതുര്യമുണ്ടാവാം, വാക് വിലാസമുണ്ടാവാം, വാക് ധോരണി ഉണ്ടാവാം. ഇതെല്ലാം ഉള്ളപ്പോഴും, ആശയങ്ങൾ ഉള്ളപ്പോഴും, അയാൾക്ക് അനുവാചക മനസ്സിലേക്ക് കടന്നു കയറുവാനുള്ള ആ മാജിക് ഉള്ളപ്പോഴും അയാൾക്ക് ആത്മാർത്ഥതയില്ലെങ്കിൽ, സത്യസന്ധതയില്ലെങ്കിൽ, അയാളുടെ ജീവിതം ധാർമ്മികമല്ലെങ്കിൽ ഒരു പ്രഭാഷകൻ വിജയിക്കുകയില്ല. അയാൾ പറയുന്ന കാര്യങ്ങൾ ആളുകൾ ഏറ്റെടുക്കുകയില്ല. ഒരുപക്ഷെ പ്രഭാഷണ കലയിൽ ആളുകൾ കുറയുന്നതിൻ്റെ ഒരു പ്രധാന കാരണവും ഇതുതന്നെയാണ് എന്നെനിക്ക് തോന്നുകയാണ്. ഞാൻ പ്രഭാഷണ കലയെക്കുറിച്ചുള്ള ഈ സംഭാഷണം ചുരുക്കാൻ ശ്രമിക്കുകയാണ്. ഏതാനും ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. നമ്മൾ ഒരുപാട് പോയിന്റുകൾ പ്രിപ്പയർ ചെയ്ത് വരും. ശരിയാണ്, ഒരു പ്രഭാഷണം എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിച്ചു. 8 പോയിന്റ് പ്രിപ്പയർ ചെയ്ത് വരും. ഈ 8 പോയിന്റും അവിടെ പറയണ്ട, അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ എത്ര പ്രിപ്പയർ ചെയ്തു, എത്ര പറഞ്ഞു എന്നൊന്നും ആർക്കും അറിയില്ലല്ലോ, നമുക്കല്ലേ അറിയില്ല. ഞാൻ പറയുന്നത് ഒരു പ്രഭാഷണത്തിൽ ഒരാശയം പറഞ്ഞാൽ, ഒറ്റ പോയിന്റ് പറഞ്ഞാൽ മതി. പക്ഷേ ആ പോയിന്റ് അവരുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകരുത്. ആ പോയിന്റ് അവരുടെ മനസ്സിൽ പതിയണം. പതിഞ്ഞ് അത് പൂർണ്ണമായി ജ്വലിക്കുന്ന മട്ടിൽ ആവിഷ്കരിക്കാൻ നമുക്ക് കഴിയണം. ആ പ്രസംഗം വിജയമാണ്. നമ്മൾ പഠിച്ചുകൊണ്ട് വന്ന 8 പോയിന്റും പറഞ്ഞേ പോകൂ എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഏറ്റവും വിരസമായ, ഞാൻ ആദ്യം പറഞ്ഞ പോലുള്ള കയ്യടികളൊക്കെ കിട്ടിയെന്നിരിക്കും. തന്നെയുമല്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ ഒരു സ്ഥലത്ത്, ഈ ഭാഗത്ത് എനിക്ക് ഈ പ്രഭാഷണം അവസാനിപ്പിക്കണം. അതൊരു ഡിസൈനാണ്, സ്ട്രക്ചറൽ ഡിസൈനാണ്, അല്ലേ? ശില്പപരമായ ഒരു ഡിസൈൻ ഉണ്ടാവും പലർക്കും. ഈ ഭാഗത്ത് അവസാനിപ്പിക്കണം. ആ ഭാഗം വരെ പോണ്ട. ആ ഭാഗത്ത് അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വമ്പിച്ച കരഘോഷവും കയ്യടിയും അതിനു മുമ്പ് 10 മിനിറ്റ് മുമ്പ് 3-4 പാരഗ്രാഫുകൾക്ക് മുമ്പ് ലഭിക്കുമെങ്കിൽ നമ്മൾ അവിടെ നിർത്തണം. ഈ പ്രഭാഷണത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരികയാണ്. പ്രഭാഷണം എവിടെ നിർത്താം? എവിടെയും നിർത്താം. പണ്ടൊരു പ്രഭാഷകൻ ചോദിച്ചു, കുറേ പ്രസംഗിച്ച് ചോദിച്ചു, എനിക്കിനി എത്ര സമയം കൂടി സംസാരിക്കാം? ഒരാൾ എഴുന്നേറ്റ് പറഞ്ഞു, സാറിന് എത്ര സമയം വേണമെങ്കിലും സംസാരിക്കാം, പക്ഷെ ഞങ്ങൾ 5 മിനിറ്റ് കഴിയുമ്പോൾ പോകും. പ്രഭാഷണം എവിടെയും നിർത്താം. എവിടെ നിർത്തണം? നമ്മൾ നിർത്തേണ്ടത് സദസ്സിന് ആവശ്യമായ അനുഭൂതിജന്യമായ നിമിഷങ്ങൾ കടന്നു എന്ന് തോന്നിയാൽ അവിടെ നിർത്തണം. എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രസംഗം നിർത്തിക്കഴിയുമ്പോൾ അവർക്ക് തോന്നണം, അയ്യോ തീർന്നു പോയല്ലോ, തീർന്നു പോയല്ലോ, പെട്ടെന്ന് കഴിഞ്ഞു പോയല്ലോ. പെട്ടെന്നൊന്നും ആയിരിക്കില്ല, നമ്മൾ ചിലപ്പോൾ 1 മണിക്കൂർ സംസാരിച്ചിരിക്കും, എങ്കിലും അവർ പറയും പെട്ടെന്ന് തീർന്നു പോയല്ലോ. ആ ബിന്ദുവിൽ, ആ ഏറ്റവും സുതാര്യമായ സുന്ദരമായ ആ ബിന്ദുവിൽ നമ്മൾ പ്രസംഗം അവസാനിപ്പിക്കണം. നല്ല പ്രസംഗം അങ്ങനെയാണ്. അതുകൊണ്ട് ഞാനും നീട്ടുന്നില്ല, ഞാനും ഇത് ദീർഘിപ്പിക്കുന്നില്ല. ഈ പ്രഭാഷണത്തെക്കുറിച്ച്, പ്രഭാഷണ കലയെക്കുറിച്ച് അത്ര എളുപ്പത്തിൽ മെരുങ്ങാത്ത ഒരു കല, ആ കലയെക്കുറിച്ച്, അതിൻ്റെ വ്യാകരണത്തെക്കുറിച്ച് ദീർഘമായി സംസാരിക്കുവാൻ കണിയാപുരം കൂട്ടായ്മ നൽകിയ അവസരത്തെ ഞാൻ ശ്ലാഘിക്കുന്നു. ഇത് ഒരുക്കിയ സംഘാടകരെ ശ്രീ കഴക്കൂട്ടം അഷ്റഫ് ഉൾപ്പെടെയുള്ളവരെ ഓടുള്ള സ്നേഹം ഞാൻ മനസ്സിൽ സൂക്ഷിക്കുന്നു. നാടിൻ്റെയും രാജ്യത്തിൻ്റെയും വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ശ്രദ്ധാപൂർവം കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി പറഞ്ഞുകൊണ്ട്, നന്ദിയുടെ നറുമലരുകൾ വർഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ തുടർന്നുള്ള വേദികളിൽ നിങ്ങൾക്ക് കൂടുതൽ ശോഭിക്കുവാനുള്ള, ജാജ്വല്യമാനമായ പ്രഭാഷണ വേദികളെ സ്വന്തമാക്കുവാനുള്ള അവസരം ജഗദീശ്വരൻ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്, നന്ദിയുടെ നറുമലരുകൾ വർഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നിൽക്കട്ടെ. നമസ്കാരം. സാറ്, അങ്ങയുടെ ഒരു നല്ല കവിത കേൾക്കാൻ ആഗ്രഹമുണ്ട്. ഒരു നല്ലൊരു കവിതയും കൂടെ ചൊല്ലിയിട്ട് നിർത്തിയാൽ കൊള്ളായിരുന്നു. 80കളിൽ എഴുതിയ ഒരു കവിതയാണ് മഹാഭാരതത്തിലെ കർണനെ കുറിച്ചുള്ള ദൗത്യം എന്ന കവിത. കർണൻ യുദ്ധഭൂമിയിൽ വെച്ച് മൃതപ്രായനായി മരണം കാത്തു കിടക്കുമ്പോൾ തൻ്റെ പിതാവെന്ന് പറയപ്പെടുന്ന സൂര്യൻ
ഇതുവരെയും തൻ്റെ ജീവിതത്തിൽ ഒരു ഭാഗത്തും പ്രത്യക്ഷപ്പെടാത്ത സൂര്യനെ അവസാന നിമിഷം അഭിസംബോധന ചെയ്തുകൊണ്ട് കണ്ണൻ്റെ മനസ്സ് ആവിഷ്കരിക്കുന്ന കവിതയാണ് ദൗത്യം. ഹേ സർവസാക്ഷിയാം സൂര്യൻ, ഇതങ്ങയുടെ പ്രിയമകൻ കർണൻ. ഇവിടെ രണഭൂമിയിൽ ഇരുട്ടിൻ്റെ കോട്ടയിൽ ഒരിത്തിരി പ്രാണന്റെ പതിരുവാറ്റും ഇവൻ. മുറിവാർന്നൊരീ ഹൃത്തിൽ ഉദയമന്ത്രം ചൊല്ലി അരികത്തു വരുകന്റെ ജനകൻ. ഇതു കവചബന്ധന വിമുക്തനാം കർണൻ. ഇതു ദാന കർമ്മമേ ധർമ്മമെന്നൊരു. അപരാധമെല്ലാം മറക്ക, മകൻ ചെയ്തൊരവിവേകമെല്ലാം ക്ഷമിക്ക. ജന്മബന്ധത്തിൻ്റെ പാഴ്ക്കുറിയുണങ്ങാത്ത നെറുകയിൽ ചുംബനം ചാർത്താൻ. വൈദ്യുതാലിംഗനാവേഗത്തിലെല്ലാ കുശാഗ്രതന്ത്രങ്ങളും മായ്ക്കാൻ. ക്ഷമിച്ചെൻ്റെ ഉണ്ണി എണീക്കെന്നു ചൊല്ലുന്ന ധന്യമാത്രയ്ക്കായി ഒരുന്നിരിക്കുന്നു ചരിതാർത്ഥനി സൂതജാതൻ. തുടർന്നുള്ള വരികൾ മറ്റൊരു സന്ദർഭത്തിലേക്ക്